ഈ റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ നമ്മൾ പോകുന്നത് ഒരു മിനി അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അതെ, നമ്മുടെ ഓം കുരിശുപാറ. നിലമ്പൂർ അകമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ ഈ ഒരു കുരിശുപാറ സ്ഥിതി ചെയ്യുന്നത്. നിലമ്പൂരിൽ നിന്നും 8 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. റോഡ് സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതേപോലൊരു വഴി കാണാം കേട്ടോ. ഇതിലെ നേരെ പോയ നമ്മുടെ കുരിശുപാറയിലാണ് കേട്ടോ എത്തുന്നത്. അധികം ദൂരമൊന്നും വരുന്നില്ല കേട്ടോ, കുറച്ച് ദൂരം മാത്രം നടന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് പാറ കാണാനായിട്ട് പറ്റും. കുറച്ചൊരു അഡ്വഞ്ചർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും കേട്ടോ, എങ്ങനെ കയറുന്നുള്ളത്. ഇവിടെ ഒരു ചങ്ങല കണ്ടോ, അത് പിടിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട്. കണ്ടപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും കയറണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു കേട്ടോ ഞാൻ. എൻ്റെ കൂടെ വന്ന ആളിതാ ഇവിടെ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെല്ലാം ആകെ ആശ്രയം ഇവനാണ് കേട്ടോ. ഇവനാണെങ്കിൽ പുഷ്പം പോലെ കയറി പോകുന്നുണ്ട്. ഇവൻക്കിത് കയറി നല്ല എക്സ്പീരിയൻസ് ആണ്. ട്രക്കിംഗ് ഒക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുമാണ്. അത് മാത്രമല്ല ഇവിടെ ഇടയ്ക്കിടെ വരുന്ന ആളുമാണ് കേട്ടോ. ഈ കാണുന്ന കണ്ടോ, ഇവിടെ എത്തണം കേട്ടോ, നമുക്ക് ഇനി ഒരുപാട് കയറാനുണ്ട് കേട്ടോ. എന്തായാലും വന്നില്ല, ഇനി കണ്ടേ പറ്റുള്ളൂ എന്നുള്ള വാശിപ്പുറത്ത് ഞാനും കയറി കേട്ടോ. ഈ ഒരു മല കയറുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അപ്പുറത്തോ ഇപ്പുറത്തോ നോക്കരുത് കേട്ടോ, കാരണം വലിയ കൊക്കയാണ്. ആ നോക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് കയറാനുള്ള സകലമാന മൂഡ് പോയി കിട്ടും. കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഓ എത്തിയെന്ന്. പക്ഷെ എത്താനായിട്ടില്ല, ഇനി ഒരുപാട് കയറാനുണ്ട് കേട്ടോ. എത്തിയെന്ന് തോന്നുന്നിടത്തു നിന്നാണ് വീണ്ടും വീണ്ടും നമ്മളെ യാത്ര തുടങ്ങുക. ഇതുപോലെ പോകുന്ന വഴിയിലൊക്കെ ചങ്ങലകളൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കയറുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ചെങ്കുത്തായിട്ടുള്ള പാറ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡേഞ്ചർ ആണെന്ന് തന്നെ പറയാം കേട്ടോ. പകുതിയിലെത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, കിഡിലൻ വ്യൂ ആണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഏറ്റവും മുകളിലാണ് നമുക്ക് കാണാനുള്ള അടിപൊളി വ്യൂ കിടക്കുന്നത്. കയറി ക്ഷീണിച്ചപ്പോൾ ഒരല്പസമയം ഞാനൊന്ന് വിശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവരെ ഒരു ബോട്ടിൽ വെള്ളം നിർബന്ധമായിട്ട് കൊണ്ടുവരിക, കാരണം എന്തായാലും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരും. അങ്ങനെ ഫൈനലി നമ്മൾ മുകളിലെത്തിയിട്ടോ. മുകളിലെത്തുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലത്തെ 2 മതങ്ങളുടെ മതചിഹ്നങ്ങൾ അവിടെ കാണാനായിട്ട് പറ്റും. ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നൊരു നിമിഷമായിരുന്നു കേട്ടോ, കാരണം കയറാൻ പറ്റൂല എന്ന് കണ്ട ഒരു മല കയറിയപ്പോൾ കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞറിയിക്കാൻ വേണം. എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ തോന്നിയൊരു നിമിഷം എന്ന് പറയും. പിന്നെ ഇവിടെ വരുന്നവർ കുട്ടികളായിട്ടോ പ്രായമായ ആളുകളായിട്ടോ ഒന്നും വരാണ്ട് നിൽക്കട്ടെ, കാരണം ഒരിക്കലും അവർക്ക് ഈ ഒരു മല കയറാനായിട്ട് പറ്റില്ല. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള ഒരു പാറയും കൂടിയാണ്. അതുകൊണ്ട് വരുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം മുകളിലെത്തിയാൽ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞറിയിക്കാൻ വേണം കേട്ടോ, കാരണം അത്രയും അടിപൊളിയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല 360 ഡിഗ്രിയിൽ നമ്മുടെ കക്കാടംപൊയിലിൻ്റെ ആ ഒരു കോടമൂടിയ ക്ലൈമറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. സൺസെറ്റും സൺറൈസൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരിക്കും രാവിലത്തെ ആ ഒരു സൺറൈസൊക്കെ കാണാനായിട്ട്. കോടമൂടിയ ഒരു ക്ലൈമറ്റിലും ചെറിയൊരു മഴയൊക്കെയുള്ള സമയമാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ലൊക്കേഷൻ വേണ്ടവർ ഓം കുരിശുമല എന്ന് മാപ്പ് ഇട്ടാൽ മതി കേട്ടോ. നട്ടുച്ചക്കൊന്ന് ഇവിടെ കയറാണ്ടിരിക്കുക കേട്ടോ. ഒന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രം കയറാനായിട്ട് ശ്രമിക്കും. എല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നൊരവസ്ഥ ഉണ്ട് കേട്ടോ. അത് ആലോചിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങുന്നുള്ളതായിരുന്നേ. എൻ്റെ റിയാക്ഷൻ ഞാനിത് ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒന്ന് കയറിനൊക്കെ കൊള്ളാം. കയറിയ ഇതേപോലെ ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എത്രത്തോളം അതിന് ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ എത്രത്തോളം ഇംഗ്ലണ്ട് ഉണ്ട് അറിയില്ല. വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം കുത്തനെയാണെന്ന് അങ്ങനെ അറിയില്ല. അവിടെ നിന്ന് ഉരുണ്ടു, അവിടെ നിന്ന് ചാടിക്കോ നേരം കണ്ടാണ് എണീറ്റത് പോകും. ആ ഇതിക്കൂടെ വായിക്കുമ്പോൾ